റെഡ് റോസ് ക്രിയേഷൻസിന്റെ ബാനറിൽ ശ്രീ സലാം ബാപ്പു സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന മംഗ്ലീഷ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഒരു സിനിമ കണ്ട ശേഷം മമ്മൂക്ക റോക്സ് എന്ന് പറയാൻ ആരാധകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കൊല്ലം 2 സിനിമ ഇറങ്ങും മുമ്പേ പോസിറ്റീവ് പോസ്റ്റ് കാത്തിരിക്കുന്നവരും സിനിമ പോലും കാണാതെ പടം ഫ്ലോപ്പായെന്ന് വിധിക്കുറിപ്പിടുന്നവരും അതേ പണി തുടരുന്നു. ഏതായാലും ആരാധകരെ നിരാശപ്പെടുത്തിയില്ല മംഗ്ലീഷ്. പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുത്തിയ കുറെ മമ്മൂട്ടി ചിത്രങ്ങളുടെ കൊള്ളാവുന്ന കൊളാഷാണ് മംഗ്ലീഷ്. ശ്രീധരന്റെ 1-ാം തിരുമുറിവും തുറുപ്പ് ഗുലാനും രാജമാണിക്യവും മായാവിയും കോബ്രയും ഒക്കെ തിരിച്ചും മറിച്ചുമിട്ടൊരു സിനിമ. അതുതാനല്ലയോ ഇതെന്ന് കാഴ്ചയിൽ ആശങ്ക തോന്നും വിധം സന്ദർഭങ്ങൾ നീളെ. മലയാളത്തിലെ എണ്ണം പറഞ്ഞ തമാശ ചിത്രങ്ങളിലെല്ലാം നായകന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലായ്മ പണ്ടേ പ്രതിപാദ്യമായിട്ടുണ്ട്. മുറി ഇംഗ്ലീഷും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കുറേയേറെ മമ്മൂട്ടി സിനിമകൾ ആഘോഷിച്ചിട്ടുമുണ്ട്. രാജമാണിക്യവും മായാവിയും തൊമ്മനും മക്കളും തുറുപ്പുകുലാനും പോക്കരി രാജയും ഒക്കെ മുറി ഇംഗ്ലീഷിലെ തമാശകളിലായിരുന്നു ആളെ കൂട്ടിയത്. സലാം ബാപ്പുവിന്റെ മംഗ്ലീഷും ഇംഗ്ലീഷ് അറിയാത്തൊരു മാലിക് ബായ് മദാമയുടെ മനസ്സറിഞ്ഞൊരു കഥ പറയുന്നു. കഥയിലൊന്നും വലിയ കാര്യമില്ലെന്ന് കരുതുക. തുറുപ്പുകുലാനാണെങ്കിലും മായാവിയാണെങ്കിലും പണ്ടേ ഇറങ്ങിയ ശ്രീധരന്റെ 1-ാം തിരുമുറിവാണെങ്കിലും നായികയുടെ രക്ഷയ്ക്ക് മമ്മൂട്ടിയുടെ നായകനെത്തും. തട്ടുകടക്കാരനായോ തടവുകാരനായോ തരകനായോ വേഷപ്പകർച്ച. ഇവിടെ കൊച്ചിക്കടാപ്പുറത്തെ മാലിക് ബായാണ് മമ്മൂട്ടി. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു നൽകുന്ന തരകൻ. കുടിയിറക്കലും കുടിയിലേക്ക് കയറ്റലുമൊന്നും പതിവ് തെറ്റിക്കാതെ തുടർക്കഥ. വല്ലാതങ്ങ് വെറുപ്പിച്ച് കളഞ്ഞ സമീപകാല മമ്മൂട്ടി ചിത്രങ്ങളെ പരിഗണിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി പറയാതെ കണ്ടിറങ്ങാം. ഫോർട്ട് കൊച്ചിയുടെ മുത്താണ് മാലിക് ബായ്. ആഴക്കടലിലെ മീനിന് വലയെറിയും മുമ്പേ വിലയെറിയുന്ന തങ്കത്തരകൻ. നാട്ടുകാരുടെയും സിനിമാക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും കണ്ണിലുണ്ണിയായ മാലിക് ബായ്. ശ്രീധരനെ പോലെ തോൽവിയേൽപ്പിച്ച തിരുമുറിവുകളിൽ നിന്നാണ് മാലിക് ബായുടെ അവതരണം. ടിനി ടോമിന്റെ കഥാപാത്രമാണ് ബായുടെ ശിങ്കിടി. നാക്കെടുത്താൽ പൊട്ടത്തരമെന്നത് ശിങ്കിടികളുടെ ജന്മാവകാശമാണ്. മാലിക് ബായുടെയും ശിങ്കിടിയുടെയും മുറി ഇംഗ്ലീഷുകൾ പ്രേക്ഷകരെ അതിയായി രസിപ്പിക്കുന്നുണ്ട്. മിഷേൽ എന്ന മദാമയെ കുടിയൊഴിപ്പിക്കാനിറങ്ങിയ മാലിക് അവരുടെ പ്രശ്നങ്ങൾ അത്രയും ഏറ്റെടുക്കുകയാണ്. ക്ലീഷയുടെ കൊളാഷിനിടയിലും സാന്ദർഭിക നർമ്മങ്ങളിൽ ഇടയ്ക്കിടെ വൻ പൊട്ടിച്ചിരികൾക്ക് അവസരമൊരുക്കുന്നുണ്ട് മംഗ്ലീഷ്. പ്രകടനം കൊണ്ട് മമ്മൂട്ടിയിൽ ഹാസ്യഭദ്രവും ഭാവഭദ്രവുമാണ് മാലിക് ബായ്. കൃത്യമായൊരു കഥാഗതി നിർബന്ധമാക്കാതെയുള്ള ചിരിപ്പിക്കൽ ശ്രമങ്ങൾ തന്നെയാണ് സംവിധായകൻ മുൻതൂക്കം നൽകിയത്. ബഹളമയമാക്കാതെയും അശ്ലീലം ആഘോഷിക്കാതെയും സരള നർമ്മങ്ങളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ചിത്രം. സകലകലാ വല്ലഭനാകാത്ത നായകന്റെ അപകർഷതയിൽ പിറക്കുന്ന തമാശകളിൽ തീർച്ചയായും ചിരിച്ചു പോകുന്നുണ്ട്. പി ബാലചന്ദ്രൻ, ശ്രിന്ദ, വിനയ്, സുനിൽ സുഗത എന്നിവരുടെ കഥാപാത്രങ്ങളിലൂടെയും വിളമ്പുന്നത് നർമ്മം തന്നെയാണ്. സോഷ്യൽ മീഡിയയെ പരാമർശിക്കുന്ന തമാശകളിൽ ചിന്തയിലെ ഗൗരവതലം കൂടി കാണാനാകും. മിസ് കരോലിന്റെ മിഷേൽ എന്ന നായികയും അവസരോചിതമായി തോന്നി. റെഡ് വൈൻ എന്ന ആദ്യ ചിത്രത്തിൽ നിന്ന് 2-ാം ചിത്രത്തിലെത്തുമ്പോഴേക്കും ഭേദപ്പെട്ട ഒരു കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് ഒരുക്കാനായതിൽ സലാം ബാപ്പുവിന് തീർച്ചയായും സന്തോഷിക്കാം. തിരക്കഥാകൃത്തിന് അഭിമാനിക്കാൻ വകയില്ലെങ്കിലും പ്രതീക്ഷയുടെ വൻമതിൽ ഉയർത്താതെ കാണാനിരുന്നാൽ മടുപ്പിക്കില്ല മംഗ്ലീഷ്. Wait for more reviews and don't forget to subscribe.